നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരരെയും അവരെ സഹായിക്കുന്നവരെയും കണ്ടെത്താൻ വ്യാപക തിരച്ചിൽ. കരസേന, CRPF, ജമ്മു കാശ്മീർ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. കശ്മീരിലെ പിർപഞ്ചൽ റേഞ്ചിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ബന്ദിപ്പോറയിൽ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡറെ സൈന്യം വധിച്ചു. ലഷ്കർ കമാൻഡർ അൽതാഫ് ലല്ലിയെയാണ് സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചത്. പഹൽഗാമിലും കശ്മീരിലെ മറ്റിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരാക്രമണം നടത്തിയവരെ പ്രശംസിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ. ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യസമര സേനാനികളായിരിക്കാമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഇഷാഖ് ദാറിന്റെ പ്രതികരണം. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതികരണം. അതേസമയം ആക്രമണം നടത്തിയ 2 ഭീകരരുടെ രേഖാചിത്രം കൂടി പുറത്തുവിട്ടു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ കശ്മീരികളായ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. വീടുകൾ തകർത്തത് പ്രാദേശിക ഭരണകൂടമെന്നാണ് റിപ്പോർട്ട്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ഹാഷിം മൂസയെന്നും കണ്ടെത്തി. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാരെ ഉടൻ കണ്ടെത്തി തിരിച്ചയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് ഏപ്രിൽ 27-നകം ഇന്ത്യ വിടാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ വിസയുടെ പാക് പൗരന്മാർക്ക് 2 ദിവസം കൂടി അധികമായി ലഭിക്കും. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് ഹമാസിന്റെ പരിശീലനം ലഭിച്ചതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ആക്രമണം ഇസ്രായേലിന് ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളുടെ മാതൃകയിലാണെന്നാണ് വിലയിരുത്തൽ. ഭീകരർക്ക് അധിനിവേശ കശ്മീരിലെ ക്യാമ്പുകളിൽ പരിശീലനം കിട്ടിയതായും വിവരമുണ്ട്. ഇസ്രായേൽ മോചിപ്പിച്ച ഹമാസ് തീവ്രവാദികൾ അധിനിവേശ കശ്മീരിലെ ക്യാമ്പുകളിലെത്തിയതാണ് വിവരം. കശ്മീരിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയും ഇന്റലിജൻസ് വീഴ്ചയും ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ. ഭീകരാക്രമണം RSS പോലുള്ള സംഘടന തെറ്റായി ഉപയോഗപ്പെടുത്തരുത്. ഈ ഭീകരാക്രമണം ഇന്ത്യയും മറ്റ് അയൽ രാജ്യങ്ങളും തമ്മിലെ അതിർത്തിയിലെ സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കാൻ കാരണമാകരുതെന്നും D. രാജ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. അന്തിമോപചാരം അർപ്പിച്ച് ഗവർണർമാരും മന്ത്രിമാരും അടക്കം 100 കണക്കിന് പേർ. ഓരോ ഇന്ത്യക്കാരനും ഭീകരവാദത്തെ എതിർക്കണമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രന് ആദരാഞ്ജലി അർപ്പിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത വിലക്കിയ പാകിസ്ഥാൻ നടപടി വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് യാത്രക്കാർക്ക് എയർ ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഗൾഫ്, UK, യൂറോപ്പ്, നോർത്ത് അമേരിക്ക സർവീസുകളെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ-പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമപാത നിഷേധിച്ചത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ പ്രചരിപ്പിച്ച BJP IT സെല്ലിനെതിരെ കേസ്. പഹൽഗാമിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണത്തെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനത്തെയും ബന്ധിപ്പിച്ചായിരുന്നു BJP IT സെല്ലിന്റെ പോസ്റ്റർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ കൂടുതൽ വഷളാകാതിരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സംയമനം പാലിക്കണമെന്ന് നിർദ്ദേശിച്ച് ഐക്യരാഷ്ട്രസഭ. 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭാ വക്താവ് സ്റ്റീഫൻ ദുസാറിക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരസ്പര ധാരണയിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകി അമേരിക്ക. ജമ്മു കാശ്മീരിൽ തീവ്രവാദ ആക്രമണങ്ങളും സിവിലിയൻ കലാപവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യരുതെന്നാണ് US പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കസ്തൂരി രംഗൻ അന്തരിച്ചു. 84-ാം വയസ്സിൽ ബംഗളൂരുവിലായിരുന്നു അന്ത്യം.
9 വർഷക്കാലം ISROയുടെ മേധാവിയായിരുന്നു. സ്പേസ് കമ്മീഷൻ, കേന്ദ്ര സർക്കാരിന്റെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യഷോപ്പുകൾക്ക് അനുമതി നൽകുന്ന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്കും സ്വകാര്യ IT പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. IT കമ്പനികളിലെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കുമാണ് മദ്യം വിൽക്കാനാവുക. RSSനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി. സമൂഹത്തിലെ ക്യാൻസറാണ് RSSും BJPയുമെന്ന് തുഷാർ ഗാന്ധി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ്. എന്നാൽ പഹൽഗാം തീവ്രവാദത്തെ അപലപിക്കും മുമ്പ് RSS വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ്. ഹിന്ദു മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് RSSും BJPയും ശ്രമിച്ചത്. വെറുപ്പിന്റെ രാഷ്ട്രീയം 100 വർഷമായി RSS തുടരുകയാണെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. മലയാളം സംസാരിക്കാൻ അറിയാത്ത ആളാണ് എന്ന പരിഹാസത്തിന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മലയാളം പറയാൻ മാത്രമല്ല, മുണ്ടു മടക്കി കുത്തി നല്ല തെറി പറയാനും തനിക്കറിയാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കണ്ണൂരിൽ വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ എതിർത്ത് കേന്ദ്രം. നിയമത്തിലെ മാറ്റങ്ങളെ ന്യായീകരിച്ച് സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകി. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരം ഇല്ലെന്നും കേന്ദ്രം പറഞ്ഞു. ആലപ്പുഴയിൽ 2 കോടി രൂപയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം പാലക്കാട് സ്വദേശിയായ മോഡലിലേക്കും. ഇവരാണ് കേസിലെ ഇടനിലക്കാരിയെന്നാണ് എക്സൈസ് നിഗമനം. 28-ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നിർദ്ദേശിച്ച് ഇവർക്ക് നോട്ടീസ് നൽകി. നടന്മാരായ ശ്രീനാഥ് ബാസി, ഷൈൻ ടോൺ ചാക്കോ എന്നിവർക്കൊപ്പം യുവതിയും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നടന്മാരും യുവതിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്ന് കോടതി പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശാഖകുമാരി കൊലക്കേസിൽ ഭർത്താവ് അരുണിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചാ കേസിൽ 2 പേരെ കൂടി ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തു. കൊടുവള്ളി MS സൊല്യൂഷൻസിലെ മാനേജറെയും അധ്യാപകനെയുമാണ് പുതുതായി പ്രതി ചേർത്തത്. ഇവരിൽ ഒരാൾ ഒളിവിൽ പോവുകയും മറ്റൊരാൾ വിദേശത്തേക്ക് കടക്കുകയും ചെയ്തതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി സംഘർഷത്തിൽ സർക്കാർ ഉണരണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം നഷ്ടപരിഹാരം നൽകുന്നതിൽ അർത്ഥമില്ല. വന്യജീവികളിൽ നിന്ന് മലയോര മേഖലയിലെ പാവപ്പെട്ടവരെ രക്ഷിക്കണം. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മലയോരത്തെ കർഷകർ മുന്നോട്ടു പോകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. സ്വരാജ് റൗണ്ടിൽ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് കാൽനാട്ടിയത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് 2025 മെയ് 6-ന് തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ ഇഡിക്ക് തിരിച്ചടി. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഇഡിയോട് ഡൽഹി റോസ് അവന്യൂ കോടതി ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചു. കേസ് മെയ് 2-ലേക്ക് മാറ്റി. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സവർക്കർ വിരുദ്ധ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം.
സ്വാതന്ത്ര്യസമര സേനാനികൾക്കെതിരെ പരാമർശം നടത്തരുതെന്നും ഒരു പരാമർശവും അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. പരാമർശം ആവർത്തിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും കോടതി രാഹുലിന് മുന്നറിയിപ്പ് നൽകി. സവർക്കർ വിരുദ്ധ പരാമർശത്തിൽ വിചാരണ കോടതിയുടെ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന രാഹുലിന്റെ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. ഡൽഹിയിൽ റെയിൽവേ പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. രാംദയാൽ അഖിർവാർ എന്ന ആളാണ് മരിച്ചത്. ഖാണ്ഡ്വാന എക്സ്പ്രസിൽ ആഗ്രയ്ക്കും മധുരയ്ക്കും ഇടയിൽ വെച്ചാണ് പോലീസ് ഇയാളെ മർദ്ദിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക്. സംസ്കാരത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ബഹിരാകാശ നിലയത്തിലേക്ക് പുതിയ 3 സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള ചൈനയുടെ പേടകത്തിന്റെ വിക്ഷേപണം വിജയകരം. DNH ബഹിരാകാശ നിലയത്തിൽ ഇപ്പോഴുള്ള 3 പേർക്ക് പകരം ആളുകളെയാണ് നിയോഗിച്ചത്. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ജ്യൂഖാൻ ലോഞ്ച് സെന്ററിൽ നിന്നാണ് ഇവരെ വഹിച്ചുള്ള പേടകമായ ഷെൻസു 20 വിക്ഷേപിച്ചത്. മലബാറിൽ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിപ്പ്. നിയന്ത്രണം കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്കിൽ ലീക്കേജിനെ തുടർന്ന് വൈദ്യുതോൽപാദനം നിർത്തിവെച്ചതോടെയാണ് നിയന്ത്രണം. ഇരിങ്ങാലക്കുടയിൽ ഗ്യാസ് ലീക്കായതിനെ തുടർന്ന് ചായക്കടയ്ക്ക് തീപിടിച്ചു. ബൈപ്പാസ് റോഡിലെ ടീ സ്പോട്ട് എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. തൊട്ടടുത്ത ചായക്കടയിലേക്കും തീ പടർന്നു. 2 കടകളിലെയും ഫ്രിഡ്ജ്, മിക്സി തുടങ്ങിയ ഉപകരണങ്ങൾ കത്തി നശിച്ചു. ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേനയും 2 യൂണിറ്റുകൾ എത്തി തീയണച്ചു. ഏകദേശം 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്ന് നിഗമനം. തൃശൂർ വാടാനപ്പള്ളിയിൽ വയോധിക ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നടുവിൽക്കര കൊടുവത്തുപറമ്പിൽ പ്രഭാകരനും ഭാര്യ കുഞ്ഞിപ്പെണ്ണുമാണ് മരിച്ചത്. കുഞ്ഞിപ്പെണ്ണിനെ വീട്ടിലെ കിടപ്പുമുറിയിലും പ്രഭാകരൻ വീടിന്റെ മുറ്റത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. പ്രായാധിക്യം കൊണ്ടുള്ള മരണമാകാമെന്നും സംഭവത്തിൽ ദുരൂഹതയില്ല എന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തമിഴ്നാട് ആളിയാർ ഡാമിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശികളായ ധരുൺ, രേവൻ, ആന്റോ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ഡാം പരിസരത്ത് വിനോദയാത്രയ്ക്കെത്തിയതാണ് വിദ്യാർത്ഥികൾ. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് 3. മാസം മുമ്പ് വാക്കുതർക്കത്തിന്റെ പേരിൽ മലപ്പുറം അരീക്കോട് വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ചു. അരീക്കോട് വടക്കുമുറി സ്വദേശി മങ്ങാട്ടുപറമ്പിൽ മുബീൻ മുഹമ്മദ് ആണ് അക്രമത്തിനിരയായത്. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. അക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കൊല്ലം പത്തനാപുരത്ത് പാലം തകർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക്. നാരങ്ങാപ്പുറത്ത് ഏലാത്തോടിന് കുറുകെയുള്ള ചെറിയ പാലം തകർന്നാണ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. ഏലാത്തോട് വൃത്തിയാക്കാനായി എത്തിയ തൊഴിലാളികൾ പാലത്തിൽ നിൽക്കുന്നതിനിടെ പാലത്തിന്റെ സ്ലാബുകൾ തോട്ടിലേക്ക് നിലം പതിക്കുകയായിരുന്നു. പരിക്കേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ കുട്ടനല്ലൂർ മേൽപ്പാലത്തിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർക്ക് ദാരുണാന്ത്യം. ഈരാറ്റുപേട്ട സ്വദേശി ബഷീറാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്കും ഗുരുതര പരിക്കേറ്റു. തൃശൂർ തളിക്കുളത്ത് മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ച യുവാവ് പിടിയിൽ. കോഴിക്കോട് കള്ളിയാട്ടുപറമ്പ് സ്വദേശി രജീഷ് ബാബു എന്നറിയപ്പെടുന്ന റാഷിദാണ് പിടിയിലായത്. തളിക്കുളത്തെ വീട്ടിൽ നിന്ന് ജോലിക്കാരി ഫൗസിയെ മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചതിനാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഫൗസിയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം തിരൂരിൽ 2.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. UP നവഭാഗൻ സ്വദേശി സാജൻ ഖാനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോറിൻ മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിലാണ് പ്രതി പിടിയിലായത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട് കുത്തി തുറന്ന് 7 പവൻ സ്വർണവും 60,000 രൂപയും മോഷണം പോയി. വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കടന്നാണ് മോഷണം. വാതിലുകളെല്ലാം തകർന്ന നിലയിലാണ്.
കൊല്ലം ആര്യങ്കാവിൽ KSRTC ബസ്സിൽ നിന്ന് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പാലക്കാട് കഞ്ഞിപ്പുര സ്വദേശികളായ മുബഷീർ, പ്രജോദ് എന്നിവരാണ് പിടിയിലായത്. ഇവർ 2 ബാഗുകളിലായാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലായത്. മലപ്പുറം അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി ചവച്ചു തുപ്പിയ യുവാവിനെതിരെ കേസെടുത്തു. അരീക്കോട് സ്വദേശി അൻവറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ലഹരി ഉപയോഗിച്ചതിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് അൻവറിനെതിരെ പോലീസ് കേസെടുത്തത്. എറണാകുളം പെരുമ്പാവൂരിൽ ചിക്കൻ കടയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം മരിയങ്കാവ് സ്വദേശി ഖൈറുൽ ഇസ്ലാമിനെയാണ് പെരുമ്പാവൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പെരുമ്പാവൂർ പാത്തിപ്പാലം ഭാഗത്തുള്ള ചിക്കൻ കടയുടെ മറവിലാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. തൃശൂർ കൊടകരയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി സഞ്ചരിച്ച യുവാവ് അറസ്റ്റിൽ. പട്ടിക്കാട് സ്വദേശിയും 1 വർഷത്തിലേറെയായി വെള്ളിക്കുളങ്ങര ചുങ്കാൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരുന്നയാളായ ബിപിനാണ് 1/4 കിലോ കഞ്ചാവുമായി പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ ചൂളയിൽ വെച്ച് കത്തിച്ച് നശിപ്പിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. കേസിലെ പ്രതികളെയും കൊണ്ടുവന്ന പോലീസ് തെളിവെടുപ്പ് നടത്തി. അഞ്ചേരിച്ചിറ ജംഗ്ഷനിലെ മീനൂട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെയാണ് ഗുണ്ടകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തൃശൂർ കൊറ്റംകുളത്ത് ഹോട്ടലിലെത്തിയ കുടുംബത്തെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പ്രതി സമീറിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തോട് ഇയാൾ അസഭ്യം പറയുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് ഇയാൾ കുടുംബത്തെ ആക്രമിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പ്രതി പിടിയിൽ. പത്തനംതിട്ടയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. നെയ്യാറ്റിൻകര സ്വദേശി സുമേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വിസ തട്ടിപ്പ് നടത്തി വിദേശത്ത് ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി 29,80,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ. കാറളം ചെമ്മണ്ട സ്വദേശി ആൽവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ ആൽവിൻ. മദ്യലഹരിയിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. ചാലക്കുടി മേച്ചിറ സ്വദേശി രതീഷ് കുമാറിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ കൊരട്ടിയിൽ വധശ്രമ കേസിൽ പ്രതി പിടിയിൽ. പാളയം കോളനി സ്വദേശി വിജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. ചെറുവാളൂർ കള്ളിഷാപ്പിലെ മാനേജറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. തൃശൂർ അയ്യന്തോളിൽ കള്ള് ഷോപ്പിന് ലൈസൻസ് അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തം. നിയമവിരുദ്ധമായാണ് ഷാപ്പിന് ലൈസൻസ് നൽകിയതെന്നാണ് ആരോപണം. പ്രദേശത്തെ കുടുംബങ്ങൾ ഷാപ്പിനെതിരെ നൽകിയ പരാതികൾ ചവിട്ടുകൊട്ടയിലെറിഞ്ഞാണ് ലൈസൻസ് അനുവദിച്ചതെന്നും തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. എറണാകുളം ശ്രീമൂലം നഗരം പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം ചൊവ്വരയും എക്സൈസ് വകുപ്പും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആലുവ എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ സനൽകുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. എറണാകുളം ശ്രീമൂലം നഗരം ഗ്രാമപഞ്ചായത്തിൽ ആശാ വർക്കർമാർക്ക് 1250 രൂപ ഓണറേറിയത്തിൽ വർധനവ് വരുത്തുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. മേൽഘടകങ്ങളിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വർധനവ് നിലവിൽ വരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ പറഞ്ഞു. ആലപ്പുഴ പാണ്ടനാട് പഞ്ചായത്തിന്റെ ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് 3 വർഷം പിന്നിട്ടു. 2021 പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടതോടെയാണ് ആരോഗ്യ കേന്ദ്രത്തിന് സ്ഥിരം പൂട്ടുവീണത്. നിലവിൽ പ്രദേശമാകെ കാട് കയറിയ നിലയിലാണ്.
കോഴിക്കോട് എലത്തൂരിൽ വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മ സദസ്സ് സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് കാവലാവാം കൈകോർക്കാം എന്ന പേരിൽ സദസ്സ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി PTM ഷറഫുന്നീസ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ വില്ലേജ് ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമ്മർ ഫെസ്റ്റിന് തുടക്കം. ഫെസ്റ്റ് ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. 4 ഡോക്ടർമാരുടെ സേവനം, ലാബ്, ECG തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും. ഭാവിയിൽ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കാനും പദ്ധതിയുണ്ട്. ആലപ്പുഴ മാന്നാർ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ മോചന ജ്വാല തെളിയിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. മാന്നാർ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിലാണ് മോചന ജ്വാല തെളിയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എടത്ത സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ രൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദർശന യാത്രയ്ക്ക് തുടക്കമായി. പ്രദക്ഷിണ യാത്രയുടെ ഉദ്ഘാടനം ഫാദർ കുര്യൻ പുത്തൻപുര നിർവഹിച്ചു. തൃശൂർ പാവറട്ടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഒല്ലൂർ മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി മെഴുകുതിരി തെളിയിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു KY ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അനുശോചന യോഗം ചേർന്നത്. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി കൃഷിയിൽ മാത്രമല്ല വിൽപ്പനയിലും 100 മേനി വിളവ് കൊയ്യുകയാണ് ജയിൽ വകുപ്പ്. കാസർഗോഡ് ചീമേനിയിലെ തുറന്ന ജയിലിലെ പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഗുണത്തോടൊപ്പം പണവും ലാഭിക്കുകയാണിവിടെ. തിരുവനന്തപുരം വെട്ടൂർ കുമാരുവിളാകം ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് പണം കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. താഴെ വെട്ടൂർ സ്വദേശികളായ ഷിഹാബ്, അസീം എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രത്തിലെ സ്റ്റോറും കുത്തിത്തുറന്ന് കവർച്ച നടത്തിയതായും കാണിക്കവഞ്ചികൾ പ്രതികൾ എടുത്തുകൊണ്ടുപോയതായും ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പറയുന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി MCFന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ നിർവഹിച്ചു. പ്ലാസ്റ്റിക്, അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി 2 സോർട്ടിംഗ് ടേബിളും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിച്ചു നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെയുള്ളതാണ് MCF. തൃശൂർ ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവം ഏപ്രിൽ 28-ന് നടക്കും. ക്ഷേത്രം തെക്കേനട ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലായിരിക്കും നടക്കുക. അഷ്ടപതി സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായി സെമിനാർ ഏപ്രിൽ 26-ന് ശ്രീവത്സം അനക്സിലെ കൃഷ്ണഗീതി ഹാളിൽ നടക്കും. തൃശൂർ ചാലക്കുടി വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ പള്ളിയിലെ തിരുനാൾ 25, 26, 27, 28 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർപ്പാപ്പയുടെ നിര്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരിക്കും ഇത്തവണ തിരുനാൾ നടത്തുക. തൃശൂർ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വനിതാ കിസാൻ കൺവെൻഷൻ നടന്നു. കൊടുങ്ങല്ലൂർ ലൈനിൽ മന്ദിരത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ കിസാൻ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദീപ S. നായർ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് ഒരുക്കി കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ശ്രീനാരായണ ഗുരുദേവ സമാജം. ക്യാമ്പ് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പ് എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ നടക്കും. അതിവേഗ വാർത്ത അവസാനിച്ചു.
ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി എൻ്റെ പഞ്ചായത്ത് കാണാം.